അല്ല വില്യം സാറേ, ആ കൊച്ചിന്റെ തലയിലെടുത്ത് നിങ്ങളുടെ ആ സാമിയില്ലേ മൂപ്പരെന്തോ അണ്ടർ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതെന്താ? അത് അണ്ടർ ഗാർമെന്റ്സ് എന്നാ പറഞ്ഞത്. അണ്ടർ ഗാർമെന്റ്സ് അതെന്ത് തേങ്ങ? തേങ്ങയും മാങ്ങയൊന്നുമല്ല, അടിവസ്ത്രങ്ങൾ. ആ പെങ്കൊച്ചെന്തിനാ വന്നേ? അതിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. ഈ അണ്ടർ മാത്രം ഇട്ടോണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ആ പെങ്കൊച്ച് അഭിനയിക്കൂ? ആ പരസ്യം പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാണാൻ പറ്റുമോ? അത് പിന്നെ ആ പരസ്യം വരുമ്പോ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. അതല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോന്ന്. നിർബന്ധമാണോ? നിർബന്ധാണോ? സീരിയസ്? ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ആണോ? കാലങ്ങളായി സൗദി കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് വേണ്ടപ്പെട്ടവര് പറയും നാട്ടിൽ പോയി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ. അങ്ങനെയാണ് ഞാൻ ഈ പങ്കട ബിസിനസ് തുടങ്ങിയത്. ഇപ്പൊ ആലോചിക്കുന്നു, ഇതേപോലെ വല്ല അണ്ടർ ബിസിനസ് തുടങ്ങിയാലോന്ന്. അതാവുമ്പോ മാസം മാസം ഓരോ പരസ്യം പിടിക്കാമല്ലോ. എന്താ മുതലാളി, രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? എന്താ വിളിച്ചത്? മുതലാളിന്ന്. എന്റെ കമ്പിലുള്ള ആൾക്കാർ പോലും എന്നെ ഇങ്ങനെ മുതലാളി വിളിച്ചിട്ടില്ല. ഇഷ്ടായി സ്വാമി. അതുകൊട്ടെ കാര്യം പറ. ഓ, ഒന്നും പറയേണ്ടതാ. കാര്യം കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാരും പുണ്യാളന്മാരായി. അതെന്താണോ വില്യംസ്? ലിസേന ഒപ്പിച്ചു കൊടുക്കുന്ന പേരാണ്. വിശ്വസിക്കാമോ? 101% പോയിട്ട് പാടോ മുതലാളി. വില്യംസ്, നീ ഒന്ന് വർക്ക് ബാക്കപ്പ് ആയി. നീ ഒന്നുകൂടെ ദക്ഷിണ വെക്കേണ്ടി വരും. എന്തിന്? ഈ പണിയെ നീ വിചാരിച്ചത്ര എളുപ്പമല്ല. ഏത് പണി? അറേഞ്ച്മെന്റ്സ്. എടോ മുതലാളി, ഉള്ളിലുള്ള വീക്ക്നസ് തുറന്നു പറഞ്ഞപ്പോ ഉള്ള ബഹുമാനവും പോയി. ഒരു വേദനിക്കുന്ന ഗൾഫുകാരന്റെ മനസ്സ് ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല. ഹായ് അശോക്, പാറാളിയാ. നീ ആരുടെ നെഞ്ചത്തടാ? ഞാൻ സത്യത്തിൽ നിന്ന് വിളിക്കാനിരിക്കായിരുന്നു. ഒരു അത്യാവശ്യമുണ്ട്. എന്താടാ? നിന്റെ അച്ഛന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ആൾ പറഞ്ഞതാ, ഒരു കോളുണ്ട്. എന്റെ പിതാവിന്റെ വകുപ്പിൽ ഞാനറിയാത്തൊരു കോളാ. അതെന്താ കിരൺ? ശരി, നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റുഡിയോയിലേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഗണപതി പാപ്പാ ദേ വന്നു. വന്നട്ടെ അച്ചായ, ഇതാണ് കുട്ടി ഗംഗ. മുഖം കൊള്ളാം. സൈസ് ഇത് മതിയോ? അതൊക്കെ ഞാൻ ശരിയാക്കി. ഓ ശരി. കണ്ടോ അച്ചായന് ഇഷ്ടായി? വാ വാ വാ. എന്റെ പൊന്നു കൊച്ചേ, വെട്ടാൻ കൊണ്ടുപോണ ആടിനെ പോലെ പേടിച്ച് നിൽക്കല്ലേ. ഈ അണ്ണനൊന്ന് അളവെടുക്കട്ടെ. എടാ, ഇതൊന്ന് പിടിച്ചേ, അളവൊക്കെ നീ എഴുതിക്കോട്ടോ. 33. അണ്ണാ, ഞാൻ അളവെടുക്കണോ? വേണ്ട, ഞാൻ എഴുതിക്കോളാം. 33.5. എൻ്റെ അമ്മ. 39. നോക്കിയെടുക്കണേ. അയ്യോ സാറേ, എന്നെ. അയ്യോ, ആള് മാറിപ്പോയതാട്ടാ. മോളെ ഇങ്ങോട്ട് നീങ്ങുന്ന മോളെ. അവിടെ എന്താ പേര്? ഗംഗ. നല്ല പേര്. ഞാൻ ചേച്ചിയെ കണ്ടിട്ടുണ്ട് പരസ്യങ്ങളിലൊക്കെ. ഷാജേട്ടാ. ഓ കുമാർജി, ഞാൻ ഇറങ്ങുവാണേ. എവിടെ എന്റെ കോസ്റ്റ്യൂം? അവിടെയാ. എന്താ പേര്? ഗംഗ. ആ, തുടക്കത്തിൽ ഗംഗ എന്നൊക്കെ പറയും. 2 ആഡ് കഴിയുമ്പം നാഗവല്ലി ആയിക്കോളും. അമ്മ. ആ ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. വാ. ഓക്കെ ബൈ. പാടിങ്ങോട്ട്. ഓരോ പുതിയ പിള്ളേര് വരുന്ന കണ്ടോ? ഒരു നല്ല ആഡ് കിട്ടിയാൽ മതി, റോക്കറ്റ് പോലെ പൊങ്ങിപ്പോകും. ഒന്ന് പച്ച പിടിക്കണവരെ പിടിച്ചു തന്നാ മതിയായിരുന്നു. അതിന് ഞാനെന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? കോണ കൊടുത്തോണ്ട് പോയി ക്യാമറയുടെ മുമ്പിൽ നിൽക്കണോ? ഞാനൊന്നും പറയുന്നില്ല. വരാൻ നേരം അച്ഛൻ ചിലതൊക്കെ സൂചിപ്പിച്ചു. ഇവർക്ക് മാത്രമല്ല പരസ്യ കമ്പനി ഉള്ളത്, വേറെ ഒരുപാടുണ്ട്. ലിസ, നീ നന്ദി കേട് പറയരുത്. എന്റെ പൊന്നമ്മച്ചി, ഈ പരസ്യത്തിന് മേനിഴക് മാത്രം പോരാ, മോഡലായിരിക്കുന്നവർക്ക് നല്ല രാശിയും വേണം. എനിക്കതുണ്ട്. ഈ അണ്ടർ ഗാർമെന്റ്സ് അത്ര മോശം വസ്തുക്കളൊന്നുമല്ല. അത് ഈ അണ്ടകടാഹവും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും സ്ഥിതി ചെയ്യുന്നത്. 4-5 സ്റ്റില്ലിന് പറഞ്ഞ തുക എത്രയാണെന്നറിയാവോ? 25,000 രൂപ. അതിനിപ്പോ ആ തള്ളയും മോളും കൂടി കൊണ്ടുപോകും. ഞാനൊന്ന് മാറി ചിന്തിക്കട്ടെ അമ്മ. എന്താ എന്താ എന്താ? ഈ പറഞ്ഞ സാധനങ്ങള് ഞങ്ങള് ചെറുപ്പക്കാര് മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്, നിങ്ങളെ പോലുള്ള അമ്മമാരും ധരിക്കാറില്ലേ? അതൊക്കെ ഇട്ടുകൊണ്ട് അമ്മ ഒരു മോഡലായി നിന്നു കൊടുക്ക്. ഒരു ചേഞ്ച് ആരാ ഇഷ്ടപ്പെടാത്ത? മധു,
എന്റെ സ്വാമി, ഞാൻ പറയുന്നോന്ന് കേൾക്ക്. ഞാൻ വെറൊരു ഡ്രൈവറല്ലേ, എനിക്ക് മാത്രമായിട്ട് വല്ല തീരുമാനം എടുക്കാൻ പറ്റുമോ? അത് മറ്റു പലരും അല്ലേ. ആ, ഞാൻ നമ്മുടെ അച്ചായ സാറിന്റെ അടുത്തും ഗുരുജിയുടെ അടുത്തും ഒക്കെ തന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒത്തു വരട്ടെ, കയറ്റി വിടാം. ആ ഒരു മിനിറ്റ് ഗോൾഡി. ആ. ആ മധു, ഓ ആ ലിസയുടെ വർക്ക് കഴിഞ്ഞ് ആ വണ്ടി എടുത്ത് ശരിയാണ്, ഇപ്പൊ വിടാം. നമ്മൾ എവിടെ പറ. പറഞ്ഞു നിർത്തിയത്? ആ. കയറ്റി വിടുന്നിടത്ത്. ആ, ഒരു നടിയുടെ വളർച്ചയിലെ ഡ്രൈവറുടെ പങ്ക് പലർക്കും അറിയില്ല. ഇതാണ് സൈനോര സ്റ്റുഡിയോയിലെ കോസ്റ്റ്യൂം റൂം. ലോകത്തിലെ സകല താരസുന്ദരികളും കോസ്റ്റ്യൂമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് ഇടണോ ഊരണോ എന്നുള്ളത് ഈ കോസ്റ്റ്യൂമർ തീരുമാനിക്കും. ഇവിടെ ഈ ഷാജി തീരുമാനിക്കും. അതെ തള്ളേ, ആദ്യമൊക്കെ ഉള്ളൂ ഈ നാണമൊക്കെ, പിന്നീട് അത് മാറിക്കോളും. അതെ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇങ്ങനെ നാണം കുടുങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ല. ഈ കളർ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഭാഗ്യമുള്ളൊരു കളറാണ്. ഈ കളറുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തുടക്കക്കാരിയായി കഴിഞ്ഞാൽ പിന്നെ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരില്ല. അമ്മ, എന്താ ഇത്? ഇത് രണ്ടും മാത്രം ഇട്ടുകൊണ്ട് എന്തോന്നു മക്കളെ ഇത്? ബാഡിയുടെ പരസ്യത്തിന് ആരെങ്കിലും പുതപ്പ് മൂടി നിൽക്കിയോ? സാറുമാരെ, നിങ്ങൾ ഒന്ന് പുറത്ത് നിൽക്ക്, ഞാൻ ഇടിച്ചോളാം. ആ, എന്നാ ആരെങ്കിലും ഇട്. ഞങ്ങൾ തിരിച്ചു പോകുന്നവരെ ഗേറ്റ് അടച്ചിടണം. ഓക്കെ സാർ. ഇത് വെച്ചോ. താങ്ക് യു, താങ്ക് യു. അതെ, കുറച്ച് കുരുന്ന, ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. പണ്ടാരെങ്കിലും മന്ത്രിയുടെ മക്കൾക്ക് അതുമല്ലോ. വാടോ സ്വാമി. മോളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹിന്ദിയിലും തമിഴിലും കൂടിയ നടിമാർ സിനിമയിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ആയിരക്കണക്കിന് ആളുകളാ ഷൂട്ടിംഗ് കാണാൻ എത്തുന്നത്. അവരുടെയൊക്കെ വേഷം നീ കണ്ടിട്ടില്ലേ? എടി, ദൈവം പെണ്ണുങ്ങൾക്ക് ഈ അഴകും വടിവൊക്കെ തന്നിരിക്കുന്നതേ 10 പേര് കാണാൻ വേണ്ടിട്ടല്ലേ. എന്നാലും അമ്മേ, എന്തോ നമ്മ ഈ ചിത്രങ്ങൾ റോഡ് വക്കിലെ ബോർഡുകളിൽ എങ്ങാനും വന്ന എന്റെ ഭാവി. കൊള്ളാവുന്നൊരു സമ്പാദ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഭാവി കാണോടി പഞ്ഞം. ഷക്കീലിയെ കെട്ടാൻ പോലും ബിസിനസ്സുകാരായ കോടീശ്വരന്മാരുടെ ക്യൂ ആയിരുന്നെന്നാ കേട്ടത്. അതൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടിയല്ലേ? അതിൽ തന്നെ എത്ര ബന്ധങ്ങളാ നീണ്ടു നിൽക്കുന്നത്? പിന്നെ കുടുംബ കോടതി വരുന്നത് അത്രയും സിനിമാക്കാരും പരസ്യക്കാരും അല്ലേ. എടി, അതൊക്കെ തലയിലെഴുത്താ. IAS ടീച്ചർമാരൊന്നും ഡൈവേഴ്സ് ആവുന്നില്ല. നീ ഇതങ്ങോട്ട് ഇട്ടേ. വേഗം വാന്ന്. ആ വന്നോളി വന്നോളി, എന്നത്തേം പോലെ ഓവിഷ്ടായിക്കോളി. ഇപ്പൊ വരും. അടുത്ത ഒരു ബെല്ലോടുകൂടി ഈ ഷോ ആരംഭിക്കുന്നതാണ്. ഇക്കാലത്ത് 70% പെമ്പിള്ളേര് പോക്ക് കേസാകുന്നത് ഈ തള്ളമാര് കാരണമാണ്. കണ്ടോ, അഴിച്ചു കൊടുക്കുന്നത് കണ്ടോ?